വെളിയനാട് ഗ്രാമീണ വായനശാലയും സെയിന്റ് പോൾസ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങ് എടക്കാട്ടുവയൽ ഗ്രാമപഞ്ചായത്ത് അംഗം എൽദോ ചാക്കോ ജോഷി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് വെളിയനാട് ഗ്രാമീണ വായനശാലയും വെളിയനാട് സെയിന്റ് പോൾസ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി സ്കൂൾ ഹാളിൽ വെച്ച് നടത്തിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണം വായനശാല പ്രസിഡന്റ് മുരളി AK അധ്യക്ഷത വഹിച്ചു. പോലീസ് വിചാരിച്ചാലോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വിചാരിച്ചാലോ നമ്മുടെ ഇടയിലുള്ള ലഹരിയുടെ വിൽപ്പനയും വിപണനവും ഒഴിവാക്കാൻ സാധിക്കില്ല. അതിനുവേണ്ടി മുൻകൈ എടുത്ത് പ്രവർത്തിക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുമാണ്. കാരണം നിങ്ങൾക്ക് പറയാൻ പറ്റും നോ എന്നുള്ളത്. നമ്മുടെ മാതാപിതാക്കളായാലും നമ്മുടെ വീടിന്റെ പരിസരത്തുള്ളവരായാലും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് പാടില്ല, അങ്ങനെ ചെയ്യരുത് എന്ന് പറയാനുള്ള ആർജവും വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എടക്കാട്ടുവയൽ ഗ്രാമപഞ്ചായത്ത് അംഗം എൽദോ ചാക്കോ ജോഷി യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാരക വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ലഹരി. ലഹരിക്കെതിരെ പോരാടുക എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സമൂഹത്തിലൂടെയാണ് നമ്മുടെ കുട്ടികളും പ്രിയപ്പെട്ട യുവാക്കളും എല്ലാവരും കടന്നു പോകുന്നത്. കാരണം ലഹരി ഉപയോഗിക്കാത്ത ഒരാളായി മാറുക എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ ഒരു വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ അതിപ്രസരം, ലഹരിയുടെ അതിപ്രസരം വലിയ രീതിയിൽ ഏറ്റിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. മുളന്തുരുത്തി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ രജീഷ് ആർ മുഖ്യപ്രഭാഷണവും ആ ഒരു ദിവസത്തിന് വേണ്ടി മാത്രമുള്ള ഒരു പരിപാടിയാണ് ഇത്. നമ്മുടെ ജീവിതകാലം മുഴുവൻ എടുക്കുന്ന ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു തീരുമാനത്തിന് ബാക്കിയായാണ് നാം ഈ ലഹരി വിരുദ്ധ പോരാട്ടം സംഘടിപ്പിക്കുന്നത്. എല്ലാ തരത്തിലുള്ള ലഹരികളോടും നോ പറയുക എന്നുള്ളതല്ല നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. എല്ലാ ലഹരികളും മോശമാണെന്ന് ഒരഭിപ്രായവും എനിക്കില്ല. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ലഹരി എല്ലാ ലഹരികളും മോശമാണോ? അല്ല. ഈ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും അല്ലെങ്കിൽ ഈ സമയം ഏറ്റവും ത്രസിപ്പിക്കുന്ന ഒരു ലഹരി ലോകം മുഴുവൻ മുങ്ങിത്തള്ളിരിക്കുകയാണ്. ഏതാണ് ലഹരി? ഫുട്ബോൾ. അങ്ങനെ ഒരു അത്തരം ലഹരികളെല്ലാം ഏറ്റെടുക്കേണ്ട ഒരു സമയത്താണ് നാം രാസലഹരികളെ കുറിച്ചും മറ്റുള്ള ലഹരികളും പറയുന്നത്. 5ാം വാർഡ് മെമ്പർ സവിത സോംകുമാർ, സ്കൂൾ മാനേജർ ഫാദർ ബോസ് നെല്ലാട്ട്, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സുമി കുര്യൻ എന്നിവർ ആശംസയും അറിയിച്ചു. നമ്മളെല്ലാം വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്ന, അതായത് വരുന്ന തലമുറകളെല്ലാം വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്ന ലഹരി എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു വിപത്തിനെതിരെ നമ്മുടെ സ്കൂളും നമ്മുടെ ഗ്രാമീണ വായനശാലയും ചേർന്നുകൊണ്ട് അതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ടുള്ള നിങ്ങൾക്ക് അതിൽ അടിമപ്പെട്ടു പോയാൽ നമുക്കുണ്ടാകുന്ന ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വിശദമായിട്ടൊരു ദൃശ്യാവിഷ്കാരത്തോടുകൂടി കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് അത് വീക്ഷിക്കാൻ സാധിക്കും. സ്കൂൾ ഹെഡ് മാസ്റ്റർ ഏലിയാസ് പോൾ E, വായനശാല ജോയിന്റ് സെക്രട്ടറി കൃഷ്ണൻകുട്ടി MK എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി KK ശശിധരൻ, കമ്മിറ്റി അംഗങ്ങളായ രാജൻ AK, തമ്പി, CG രാധാകൃഷ്ണൻ, സുകുമാരൻ, സിനി വർഗീസ് എന്നിവർ സന്നിഹിതരായി. യോഗാനന്തരം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജയരാജ് V ലഹരിവിരുദ്ധ ബോധവൽക്കരണ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുകയും പ്രഭാഷണം നടത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പിറവം. കാലത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് പുതിയ തലമുറയെ കരുത്തരാക്കുന്ന വിദ്യാഭ്യാസം, അതാണ് മൗണ്ട് കാർമൽ കോളേജ് കർഗടം നൽകുന്നത്. നോ ഡൊണേഷൻ, യൂണിവേഴ്സിറ്റി ഫീ മാത്രം. അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ശരിയായ ദിശ നൽകാൻ മൗണ്ട് കാർമൽ കോളേജ് കർഗടം.